ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്റെ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 6-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 21-ാമത്തെ ശ്ലോകത്തിൽ ആണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് 22-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. വഹനാവതൂ വഹനൗ ഭുനക്തു വഹവീര്യം കർവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയജുഹാവ പുത്രേതി തന്നയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാഹദുസ്. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ചതുർത്ഥ സ്കന്ധം 6-ാം അധ്യായം 20 വരെ എടുത്തു. 21 എടുക്കണം എന്നാണ് എൻ്റെ ഒരു ധാരണ. നോക്കാം. എന്നാലും 20 ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് പോവാം. ശ്ലോകം 21. പര്യസ്തം നന്ദയാ സത്യാസ്ഥാനപുണ്യതരോദയാ വിലോക്യ ഭൂതേശഗിരിം വിബുധാ വിസ്മയം യയൂ. കഴിഞ്ഞ ശ്ലോകം വരെ അവിടെ ഒന്ന് വർണ്ണിക്കുക ചെയ്തു. എത്ര സുന്ദരമാണ് കൈലാസം എന്ന് ബ്രഹ്മാദികളായ ദേവന്മാർ കണ്ട കൈലാസത്തെ എന്ന് വർണ്ണിച്ചിട്ട് ഇനിയുള്ള അതിൻ്റെ അകത്തെ വിശേഷങ്ങൾ പറയാണ്. പര്യസ്തം വെച്ചാൽ വ്യാപരിച്ചത്, നന്ദ എന്ന് വെച്ചാൽ അളകനന്ദ, നന്ദയാ അളകനന്ദയാൽ, പത്യാഹ സതിയുടെ, സ്നാന പുണ്യതരോദയ പുണ്യതരമായ സ്നാനം കൊണ്ട് ഉദയം ചെയ്ത, സ്നാനം കൊണ്ട് ഏറ്റവും പുണ്യജലത്തോടു കൂടിയ പത്യാഹ സ്നാന പുണ്യതരോദയ സതീദേവി എന്നും സ്നാനം ചെയ്യുന്നത് കൊണ്ട് പുണ്യജലമായി തീർന്ന് നന്ദയ പര്യസ്തം അളകയാൽ വ്യാപരിക്കപ്പെട്ടതാണ് ഈ കൈലാസം. അത് വിലോക്യ കണ്ടിട്ട് ഭൂതേശഗിരിയും പരമശിവന്റെ പർവ്വതത്തെ കണ്ടിട്ട് പരമശിവൻ ആസ്ഥാനമാക്കി സ്വീകരിച്ചിരിക്കുന്ന ആ പർവ്വത പർവ്വതത്തെ കണ്ടിട്ട് വിബുധാഹ ദേവന്മാർ വിസ്മയം യയു അത്ഭുതത്തെ പ്രാപിച്ചു. ഇനി അതിനെക്കുറിച്ചൊന്നും ചെറുതായിട്ട് വർണ്ണിക്കുകയാണ്. പരമേശ്വരന്റെ ആസ്ഥാനമായ ആ കൈലാസ പർവ്വതം അല്ലെങ്കിൽ പരമേശ്വര പർവ്വതം അതെത്ര സുന്ദരമാണ് എന്ന് പറയാൻ പോവാണ്. പര്യസ്തം നന്ദയാ സത്യാസ്ഥാനപുണ്യതരോദയാ വിലോക്യ ഭൂതേശഗിരിം വിബുധാ വിസ്മയം യയൂ. സത്യാഹ സ്നാനപുണ്യതരോദയാ നന്ദയാ പര്യസ്തം ഭൂതേശഗിരിം വിലോക്യ വിബുധാഹ വിസ്മയം യയൂ. പര്യസ്തം നന്ദയാ സത്യാസ്നാനപുണ്യതരോദയാ വിലോക്യ ഭൂതേശഗിരിം വിബുധാ വിസ്മയം യയൂ. പര്യസ്തം നന്ദയാ സത്യാസ്നാനപുണ്യതരോദയാ വിലോക്യ ഭൂതേശഗിരിം വിബുധാ വിസ്മയം യയൂ. ദദൃശുസ്തത്ര തേ രമ്യാം അളകാം നാമ വൈപുരീം വനം സൗഗന്ധികം ചാവി യത്ര തത്നാമ പങ്കജം. ദദൃശുഹു തത്ര, ദദൃശുഹു കണ്ടു, ദദർശ ദദർശതുഹു ദദൃശുഹു കണ്ടു എന്നർത്ഥം. തത്ര അവിടെ, തേ അവർ, രമ്യാം അളകാം നാമ വൈപുരീം രമ്യമായ അളക എന്ന പുരിയെ അവർ കണ്ടു. കൈലാസത്തിലുള്ളൊരു പട്ടണത്തിന്റെ പേരാണ് അളകാപുരി. കൈലാസത്തിന്റെ മറുഭാഗത്തായിട്ട് പുറകുഭാഗത്തായിട്ട് വടക്കേ ചെരുവിലായിട്ട് കാണപ്പെടുന്ന ഒരു പട്ടണമാണ് അളകാപുരി.
ദർശുസ്തത്രത്തെ രമ്യാം അളകാം നാമ വൈ, തീർച്ചയായിട്ടും അളക എന്നു പേരുള്ള ആ പുരിയെ തേ ദർശു, അവർ കണ്ടു. അവിടെ വനം സൗഗന്ധികം, സൗഗന്ധികത്തിന്റെ വനം. ച അഭി എത്ര തന്നാമ പങ്കജം, അവിടെ ആ പേരോട് കൂടിയ താമരയുണ്ട്. സൗഗന്ധികം എന്നുള്ള താമരയുടെ പര്യായപദങ്ങളാണ്, താമരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷേ ആ കൈലാസത്തിന്റെ വടക്കേ ചെരുവിൽ കാണപ്പെടുന്ന അളകാപുരിയിലെ താമരപ്പൊയ്കയിലെ താമരയ്ക്കുള്ള പ്രത്യേക പേരാണ് സൗഗന്ധികം എന്നുള്ളത്. അതുകൊണ്ടാണ് തൻ നാമപങ്കജം. സൗഗന്ധികം എന്ന പേരുള്ള താമരപ്പൂവിൻ്റെ ഉൽപ്പത്തി സ്ഥാനമാണ് അവിടം എന്നുള്ളത് കൊണ്ട് ആ സ്ഥലത്തെയും സൗഗന്ധികം എന്ന് പറയപ്പെടുന്നു എന്നർത്ഥം. വനം സൗഗന്ധികം ചാപി എത്ര തന്നാമ പങ്കജം, അവിടെ ആ പേരോടുകൂടിയ പങ്കജം താമരയാണ്. പക്ഷെ ആ സ്ഥലത്ത് അത് എന്താണ്, താമര വിടർന്നു നിൽക്കുമ്പോൾ അതിന് സൗഗന്ധികം എന്ന് പേര് കിട്ടുന്നതാണ്. ദദശുസ്തത്രതേ രമ്യാം അളകാം നാമ വൈപുരീം വനം സൗഗന്ധികം ചാപി എത്ര തന്നാമ പങ്കജം. തത്ര രമ്യാം അളകാം നാമ പുരീം സൗഗന്ധികം വനം തേ ദദിഷു എത്ര തന്നാമ പങ്കജം. ദദശുസ്തത്രതേ രമ്യാം അളകാം നാമ വൈപുരീം വനം സൗഗന്ധികം ചാപി എത്ര തന്നാമ പങ്കജം. ദദശുസ്തത്രതേ രമ്യാം അളകാം നാമ വൈപുരീം വനം സൗഗന്ധികം ചാപി എത്ര തന്നാമ പങ്കജം. നന്ദാചാളകനന്ദാചാം ഫരിതൗ ബാഹ്യതപുരാം തീർത്ഥപാദപദാംഭോജ രജഫാതീവ പാവനേം. ഇനി നന്ദ എന്നും അളകനന്ദയും എന്നു പേരുള്ള രണ്ട് നദികളെ കുറിച്ച് പറയാം. നന്ദാച അളകനന്ദാച ഫരിതൗ, നദികൾ. ഫരിത്ത് ഫരിതൗ, രണ്ട് നദികൾ. ബാഹ്യതപുര, ആ പുരത്തിന്റെ എന്താണ്, വെളിയിൽ കൂടി ഒഴുകുന്നതാണ്, അകത്തൂടെയല്ല പുറത്തൂടെ. ബാഹ്യതപുര, അളകാപുരിയുടെ ബാഹ്യപ്രദേശത്ത് കൂടി ഒഴുകുന്ന രണ്ട് നദികളാണ് നന്ദയും അളകനന്ദയും. അത് തീർത്ഥപാദപദ അംഭോജ രജഫ അതീവ പാവനെ. തീർത്ഥപാദനായ ഭഗവാന്റെ പാദ അംഭോജരജഫ, പാദമാകുന്ന താമരയുടെ പൊടി കൊണ്ട്, പാദപത്മം ധൂളി കൊണ്ട് അതീവ പാവനെ, ഏറ്റവും പരിശുദ്ധമാണ്. നദി പരിശുദ്ധമാകുന്നത് പരിപാവനരായ ഋഷിമാരോ ദേവന്മാരോ സാന്നിധ്യം ചെയ്യുമ്പോൾ ആ പുഴ പരിശുദ്ധമായിട്ട് മാറും. ഈ രണ്ട് പുഴകൾ, നന്ദയും അളകനന്ദയും, അതിൻ്റെ ബാഹ്യഭാഗത്തൂടെ ഒഴുകുന്നതാണെങ്കിൽ ഭഗവാന്റെ പാദപങ്കജങ്ങളേറ്റ് അത് രണ്ടും പരിപാവനങ്ങളാണ്. നന്ദാചാളകനന്ദാച ഫരിതോ ബാഹ്യതപുരാം തീർത്ഥപാദ പദാംഭോജരജഫാതീവ പാവനേ. തീർത്ഥപാദ പദാംഭോജരജഫ അതീവ പാവനേ നന്ദാച അളകനന്ദാച ഫരിതൗ പുരഃ ബാഹ്യതഃ. നന്ദാചാളകനന്ദാച ഫരിതൗ ബാഹ്യതഃ പുരാം തീർത്ഥപാദ പദാംഭോജരജഫാതീവ പാവനേ. നന്ദാചാളകനന്ദാച ഫരിതൗ ബാഹ്യതഃ പുരാം തീർത്ഥപാദ പദാംഭോജരജഫാതീവ പാവനേ. യോഃ പുരസ്ത്രിയക്ഷത്തര അവരുഹ്യ സുധിഷ്ണ്യതാം ക്രീഡന്തി പുംസഞ്ജിന്യോ വിഗാഹിരതികർഷിതാം. യയോഃ, യാതൊന്നുകളിൽ, യാതൊരു നദികളിൽ, പുരസ്ത്രിയ ദേവസ്ത്രീകൾ, ക്ഷത്തര സംബോധനയാണ്, ഹേ ക്ഷത്താവേ, അവരുഹ്യ ഇറങ്ങിയിട്ട്, ഉപധിഷ്ണ്യത സ്വന്തം ആവാസസ്ഥാനത്തിൽ നിന്നും അവർ ഇറങ്ങിയിട്ട്, ക്രീഡന്തി കളിക്കുന്നു, ജലക്രീഡ ചെയ്യുന്നു ദേവസ്ത്രീകൾ.
സ്വർഗലോകത്തൊന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ വന്ന് ജലക്രീഡ ചെയ്യുന്ന നദിയാണ് ഈ നദികൾ രണ്ടും. യയോഹ പുരസ്ത്രീയ ക്ഷത്തര് അവരുഹ്യ, ക്ഷത്തരവരുഹ്യ ഒന്ന് ചേർക്കുമ്പോൾ ക്ഷത്തര് അവരുഹ്യ സ്വധിഷ്ണ്യത സ്വന്തം ആസ്ഥാനത്തു നിന്നും ക്രീഡന്തി കളിക്കുന്നു പുംസഹ സഞ്ചിന്ത്യോ പുരുഷന്മാർ സഞ്ചിന്ത്യോഹു അവർ നനയ്ക്കുന്നവരായിട്ട് ഫിഞ്ചന്ത്യോ ഫിഞ്ചന്തി ഫേദനപിക നനയ്ക്ക വിഗാഹ്യ മുങ്ങിയിട്ട് രതികർഷിത രാത്രിയിലെ രതിലീലകൾ കൊണ്ട് ക്ഷീണിതരായ അവർ രാവിലെ ഈ പുഴയിൽ വന്ന് ഒന്ന് മുങ്ങിക്കുളിച്ചു കഴിയുമ്പോൾ ക്ഷീണമൊക്കെ തീർന്ന് നല്ല ഊർജസ്വലരായിട്ട് മാറും എന്നർത്ഥം. സംഭോഗ രതിലീലകളുടെ ക്ഷീണം കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ദേവസ്ത്രീകൾ അവരുടെ ആസ്ഥാനത്തു നിന്നും താഴെ ഇറങ്ങി വന്ന് ഭർത്താക്കന്മാരോടുകൂടി വെള്ളത്തിലിറങ്ങി മുങ്ങിക്കുളിച്ച് വെള്ളം പരസ്പരം അവിടെ തെറിപ്പിച്ച് അങ്ങനെ കളിച്ചു കഴിയുമ്പോൾ ക്ഷീണമെല്ലാം മാറി അവർ പരിശുദ്ധരാകും. യയോ പുരസ്ത്രീയ ക്ഷത്തരവരുക്ഷ്യധിഷ്ണ്യത ക്രീഡന്ത്യവും സഞ്ചിന്ത്യോ വിഗാഹ്യരതികർഷിത. ഹേ ക്ഷത്തഃ രതികർഷിതാഃ പുരസ്ത്രിയഃ സ്വധിഷ്ണ്യതഃ അവരുഹ്യ യയോഃ വിഗാഹ്യ പുംസഃ സിഞ്ചന്ത്യഃ ക്രീഡന്തി. യയോ പുരസ്ത്രിയ ക്ഷത്തരവരുഹ്യ സ്വധിഷ്ണ്യതാം ക്രീഡന്തി പുംസഃ സിഞ്ചന്ത്യോ വിഗാഹ്യരതികർഷിത. യയോ പുരസ്ത്രിയ ക്ഷത്തരവരുഹ്യ സ്വധിഷ്ണ്യതാം ക്രീഡന്തി പുംസഃ സിഞ്ചന്ത്യോ വിഗാഹ്യരതികർഷിത. യയോസ്തസ്നാനവിഭ്രഷ്ടാം നവകുങ്കുമാം പിഞ്ചരം വിദൃശോപി പിബന്ത്യംഭ പായയന്തോ ഗജാഃ ഗജീ. യയോഹോ യാതൊരു നദികളുടെ തത് സ്നാന വിഭ്രഷ്ട നവകുങ്കുമ പിഞ്ചരം അവരുടെ സ്നാനം കൊണ്ട് തത് സ്നാന വിഭ്രഷ്ടം പൊഴിഞ്ഞുപോയ നവകുങ്കുമ പിഞ്ചരം നവമായ പുതിയ കുങ്കുമത്തിൻ്റെ പിഞ്ചരം എന്താണ് ഒരു പീതവർണം പിഞ്ചരവർണം പിങ്ക് എന്താണ് ഏതാണ്ട് ഒരു നീല ഒരു പീതം പോലെ മഞ്ഞ പോലിരിക്കുന്ന നിറം അവരുടെ സ്നാനം കൊണ്ട് അവർ കുളിച്ച സമയത്ത് അവരുടെ നെറ്റിത്തളത്തിൽ നിന്നും പൊഴിഞ്ഞു വീണ ദേഹത്തു നിന്നും പൊഴിഞ്ഞു വീണ പുതിയ കുങ്കുമങ്ങളുടെ നിറം കൊണ്ട് വിദൃഷോ അപി ദാഹമില്ലെങ്കിൽ പോലും പിബന്തി അംഭഹ വെള്ളം കുടിക്കുന്നു. പിബന്തി കുടിക്കുന്നു, അംഭഹ വെള്ളം, പിബന്ത്യംഭഹ വെള്ളം കുടിക്കുന്നു. എന്നിട്ട് പായയന്തോ കുടിപ്പിക്കുന്നു. കുടിപ്പിക്കുന്നു. പിബന്തി കുടിക്കുന്നു, പായയന്തോ കുടിപ്പിച്ചും കൊണ്ട് ഗജാഹ ആനകൾ ഗജീഹി പെണ്ണാനകളെ. ഗജീന്ന് വെച്ചാൽ പെണ്ണാനകൾ സ്ത്രീലിംഗമാണ്. ഗജ ഗജി ഇവര് കുളിച്ച് കയറി പോയി കഴിയുമ്പോൾ ആനകൾ കുളിക്കാൻ തുടങ്ങി. അവിടെ കുളിക്കാൻ ഇറങ്ങുമ്പോൾ നല്ല കുങ്കുമവർണ്ണം കലർന്ന വെള്ളം കാണുമ്പോൾ കൊതി കൊണ്ടിട്ട് ദാഹമില്ലെങ്കിലും ആനകൾ കുറച്ച് കുടിക്കും. എന്നിട്ട് ആ ഗജങ്ങൾ തങ്ങളുടെ പിടിയാനകളെ കുടിപ്പിക്കുകയും ചെയ്യും. എത്ര സുന്ദരമായ ഒരു സൂക്ഷ്മ വർണ്ണനയാണ്. നമുക്ക് നമ്മളെ കൺമുമ്പിൽ കാണുന്ന ഒരു കാഴ്ച പോലെ വർണ്ണിച്ചു തരാൻ വ്യാസന്റെ ഒരു കഴിവാണ്. അതുകൊണ്ടാണ് ഒരു ഋഷി കവി തന്നെയാകുന്നത് കൊണ്ട് തന്നെയാണ്. യയോ തത്സ്നാന വിഭ്രഷ്ട നവകുങ്കുമപിഞ്ചരം വിദൃശോപി പിബന്ധ്യംബ പാദയന്ത്യോ ഗജാഗജി. അതിന് ദാഹം ഉണ്ടായിട്ടൊന്നുമല്ല, ഈ വെള്ളത്തിന്റെ മഹത്വം കൊണ്ട്. ഈ ദേവസ്ത്രീകൾ സ്നാനം ചെയ്ത് കുങ്കുമം കലർന്നിരിക്കുന്ന വെള്ളത്തിന്റെ മഹത്വം കൊണ്ട് ദാഹമില്ലെങ്കിലും ആനകൾ കുറച്ച് കുടിക്കും, തങ്ങളുടെ പിടിയാനകളെ കുടിപ്പിക്കുകയും ചെയ്യും. തത്സ്നാനവിഭ്രഷ്ട നവകുങ്കുമപിഞ്ചരം
ययोः अम्भः विदृशः अपि गजाः गजीः पाययन्तः पिबन्ति ययोस्तत्स्नानविभ्रष्टा नवकुङ्कुमपिञ्जरं विदृशोऽपि पिबन्त्यम्भः पाययन्तो गजा गजीः ययोस्तत्स्नानविभ्रष्ट नवकुङ्कुमपिञ्जरं विदृशोऽपि पिबन्त्यम्भः पाययन्तो गजा गजीः तारहेममहारत्नां विमानशतफङ्गुलां जुष्टां पुण्यजनस्त्रीभिः यथा खं फतडिद्घनम् तारहेम महारत्न विमानशतफङ्गुलां താരം വെള്ളി, ഹേമം സ്വർണം. താര, ഹേമ, മഹാരത്നം മഹത്തായ രത്നങ്ങൾ മുതലായത് കൊണ്ട് വിമാനശതഫംഗുലാം ഇവകൾ പതിച്ച നൂറുകണക്കിന് വിമാനങ്ങൾ ഫംഗുലം വ്യാപരിച്ചത്. താര, ഹേമ, മഹാരത്ന വിമാനശതഫംഗുലാം നൂറുകണക്കിന് വിമാനങ്ങൾ അവിടെ കാണാൻ പറ്റും. ആ വിമാനത്തിലൊക്കെ സ്വർണവും വെള്ളിയും രത്നവും ഒക്കെ പതിച്ചിരിക്കുന്നതാണ്. അവകൾ പിന്നെ ജുഷ്ടാം പുണ്യജന സ്ത്രീഭിഹി പുണ്യജന സ്ത്രീകളാൽ സേവിക്കുന്നത് ജുഷ്ടം. പുണ്യജനങ്ങൾ എന്ന് വെച്ചാൽ യക്ഷന്മാരുടെ സ്ത്രീകൾ എന്നർത്ഥം. യക്ഷന്മാരെ പുണ്യജനങ്ങൾ എന്ന് വിളിക്കും. അളകാപുരിയിലെ പ്രജകൾക്കുള്ള പേരാണ് പുണ്യജനങ്ങൾ എന്ന്. കാരണം അത് സ്വർഗസമാനമാണ്, അടുത്ത പടി സ്വർഗമാണ്. അതുകൊണ്ട് പുണ്യസമാനമാണ് അളകാപുരി. അതുകൊണ്ട് ആ പുണ്യജനത്തിലെ അളകാപുരിയിലെ സ്ത്രീകളാൽ സേവിക്കപ്പെടുന്നത്, ആശ്രയിക്കപ്പെടുന്നതും യഥാ ഖം ഫതഡിത് ഖനം എപ്രകാരമാണോ ഫതഡിത് ഖനം ഖം തടിത്ത് മിന്നൽ, ഘനം മേഘങ്ങൾ, തടിത് ഖനം മിന്നലോടുകൂടിയ മേഘങ്ങൾ. ഫതഡിത് ഖനം മിന്നലോട് കൂടിയ മേഘങ്ങളോട് കൂടിയ ഖം ആകാശം. ഫതഡിത് ഖനം ഖം യഥ മിന്നലോട് കൂടിയ ആകാശം പോലെയുണ്ട് ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ. എന്താ കാരണം? ഇവിടെയുള്ള വിമാനങ്ങൾ പതിച്ചിരിക്കുന്ന സ്വർണവും വെള്ളിയും രത്നവും ഒക്കെ അവയിലിരിക്കുന്ന യക്ഷസ്ത്രീകളാലും വ്യാപരിക്കപ്പെട്ടിരിക്കുന്ന ഈ പുരി മിന്നൽപ്പിണരുകളുള്ള മേഘത്താൽ നിറഞ്ഞ ആകാശം പോലെ തോന്നി. മിന്നൽപ്പിണർ പോലെ ഇവർ ശോഭിക്കുന്നവരാണ്. മിന്നൽ കൊണ്ട് ആകാശം എപ്രകാരം ശോഭിക്കുമോ അതുപോലെ സ്വർണരത്നാഭരണങ്ങൾ ധരിച്ചെത്തിയിരിക്കുന്ന ഈ സ്ത്രീകൾ രത്നഖചിതമായ വിമാനങ്ങളിൽ കയറിയിരുന്നാൽ മിന്നലോട് കൂടിയ ആകാശം പോലെ ഇവർ ശോഭിക്കുന്നു. താരഹേമ മഹാരത്ന വിമാനശതഫംഗുലാം ജുഷ്ടാം പുണ്യജനസ്ത്രീഭിൽ യഥാഖം ഫതഡിത് ഖനം. താരഹേമ മഹാരത്ന വിമാനശതഫംഗുലം ഒറ്റവാക്കാണ്. താരഹേമ മഹാരത്ന വിമാനശതഫംഗുലാം പുണ്യജനസ്ത്രീഭിः ജുഷ്ടാം. ഫതഡിദ്ഘനം യഥാ ഘം. താരഹേമ മഹാരത്ന വിമാനശതഫംഗുലാം ജുഷ്ടാം പുണ്യജനസ്ത്രീഭിः യഥാ ഖം ഫതഡിദ്ഘനം. താരഹേമ മഹാരത്ന വിമാനശതഫംഗുലാം ജുഷ്ടാം പുണ്യജനസ്ത്രീഭിः യഥാ ഖം ഫതഡിദ്ഘനം. ഹിത്വാ യക്ഷേശ്വരപുരീം വനം സൗഗന്ധികം ച തത്
ദ്രുമൈ കാമദുഃഖൈർഹൃദ്യം ചിത്രമാല്യഫലച്ഛദൈഃ ഹിത്വാ ഉപേക്ഷിച്ചിട്ട് യക്ഷേശ്വരപുരി, യക്ഷേശ്വരന്റെ പുരിയായ അളകയെ ഉപേക്ഷിച്ചിട്ട് വനം സൗഗന്ധികം തഥാ ആ സൗഗന്ധിക വനത്തെയും ഉപേക്ഷിച്ചിട്ട് ദ്രുമൈ കാമദുഃഖൈ ആഗ്രഹങ്ങളെ കറന്നു തരുന്ന വൃക്ഷങ്ങൾ കൽപ്പവൃക്ഷങ്ങളാണ്. കാമദുഃഖൈ ദ്രുമൈഹി ഹൃദ്യം, അതുകൊണ്ട് ഹൃദ്യവും ചിത്രമാല്യ ഫലച്ഛതൈ വിചിത്രങ്ങളായ മാലകൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും കായ്കൾ കൊണ്ടും മറഞ്ഞിരിക്കുന്ന, അതുകൊണ്ട് ഹൃദ്യമായിരിക്കുന്ന ഛതൈ പുഷ്പഫലങ്ങളുടെ ഛതങ്ങൾ ദളങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് അവിടെ. അളകാപുരിയുടെ മറ്റു ശോഭകളൊക്കെ പറഞ്ഞു. ഇനിയും നാനാവിധത്തിലുള്ള പുഷ്പങ്ങളും കായ്കളും തളിരുകളും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മനോജ്ഞമായ സൗഗന്ധികം എന്ന പേരായ ഈ വനവും അതിക്രമിച്ച് നടന്നു. ഉള്ളിൽ നല്ല സമാധാനത്തിന്റെ ആനന്ദം അനുഭവിച്ചുകൊണ്ടാണ് അവരതിനകത്ത് പ്രവേശിച്ചത്. അതുകൊണ്ട് പുറമേ നോക്കിക്കൊണ്ടാണ് അവർ നടന്നു പോയത് എന്ന് സാരം. അകത്തൂടെ നടക്കുന്ന പക്ഷപ്പുറത്തുള്ള കാഴ്ചകൾ കണ്ടിട്ടാണ്. ഹിത്വായക്ഷേശ്വരപുരീമനം സൗഗന്ധികം ച ദ്രുമൈ കാമദുഃഖൈർഹൃദ്യം ചിത്രമാല്യഫലച്ഛതൈഃ. യക്ഷേശ്വരപുരിയും ചിത്രമാല്യഫലച്ഛതൈഃ ഹൃദ്യം കാമദുഃഖൈഃ ദ്രുമൈഃ സൗഗന്ധികം ച തദ്വനം യക്ഷേശ്വരപുരീം ഹിത്വാ. ആ വനവും യക്ഷേശ്വരന്റെ നഗരവും മാറിക്കിടന്നിട്ട് അങ്ങ് കൈലാസത്തിലോട്ട് പോവാണ്. ഹിത്വാ യക്ഷേശ്വരപുരീം വനം സൗഗന്ധികം ച ദ്രുമൈ കാമദുഃഖൈർഹൃദ്യം ചിത്രമാല്യഫലച്ഛതൈഃ. ഹിത്വാ യക്ഷേശ്വരപുരീം വനം സൗഗന്ധികം ച ദ്രുമൈ കാമദുഃഖൈർഹൃദ്യം ചിത്രമാല്യഫലച്ഛതൈഃ. രക്തകണ്ഠഖഗാനീകഫരമണ്ഡിതഷഡ്പദം കളഹം ഫകുലപ്രേഷ്ടം ഖരദണ്ഡജലാശയം വനകുഞ്ചരസംഹൃഷ്ടാം ഹരിചന്ദനവായുനാം അധിപുണ്യജനസ്ത്രീണാം മുഹുരുന്മഥയന്മന വൈഡൂര്യകൃതസോപാനാവാപ്യ ഉത്പലമാലിനീഃ പ്രാപ്താഃ കിം പുരുഷേർദൃഷ്ട്വാ ത ആരാധദശൂവടം. ഇനി ഉള്ള അടുത്ത കാഴ്ചകള് രക്തകണ്ഠ ഖഗാനീക സ്വരമണ്ഡിത ഷഡ്പദം. രക്തകണ്ഠം കഴുത്ത് ചുമന്നിരിക്കുന്നവർ. രക്തം വർണ്ണമാണ്. രക്തവർണമായ കണ്ഠങ്ങളുള്ള കഴുത്തുകളുള്ള ഖഗ അനേകം പക്ഷികളുടെ കൂട്ടം. കുയിൽ പക്ഷികളാണ്. കുയിലുകളുടെ കഴുത്ത് ചുമന്നിരിക്കുന്നു. അങ്ങനെയുള്ള കുയിൽ പക്ഷികളുടെ ഒരു സംഘം രക്തകണ്ഠ ഖഗാനീക. അവരുടെ സ്വരമണ്ഡിതം ശബ്ദം കൊണ്ട് മണ്ഡിതമാണ്, അലങ്കരിക്കപ്പെട്ടതാണ്. അവിടെ തന്നെയല്ല, ഷഡ്പദങ്ങൾ, വണ്ടുകൾ, കളഹംസങ്ങൾ, ഫകുലപ്രേഷ്ഠം കുലത്തോടുകൂടി ഏറ്റവും ഇഷ്ടപ്പെട്ട ഫകുലപ്രേഷ്ഠം ഖരദണ്ഡജലാശയം. ഖരദണ്ഡം താമര എന്നത് കട്ടയുള്ള തണ്ടോട് കൂടിയത്. ഖരദണ്ഡം
താമര. താമരകൾ ഉള്ള ജലാശയത്തെയും അതിക്രമിച്ചിട്ട് പിന്നെ കണ്ട കാഴ്ച കുയിലുകളിലെ പംഖമായി നിന്ന് പാടുന്നു, ഷഡ്പദങ്ങൾ ശബ്ദമുണ്ടാക്കുന്നു, കളഹംസങ്ങളുടെ ശബ്ദമുണ്ടാക്കുന്നു. ഇവരെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ് ആ സ്ഥലം. കൂടാതെ താമര നിറഞ്ഞു നിൽക്കുന്ന ജലാശയവുമാണ് അവിടെ. രക്തകണ്ഠകാനീകഫുരമണ്ഡിത ഷഡ്പദം കളഹംസകുലപ്രേഷ്ഠം ഖരദണ്ഡ ജലാശയം. രക്തകണ്ഠകാനീകഫുരമണ്ഡിത ഷഡ്പദം കളഹംസ കുലപ്രേഷ്ഠം ഖരദണ്ഡ ജലാശയം. വനകുഞ്ചര സംഹൃഷ്ട ഹരിചന്ദനവായുനാം. വനകുഞ്ചരം കാട്ടാൻ. കാട്ടാനകൾ സംഹൃഷ്ടം ഉരച്ചതേറും. കാട്ടാനകൾ ഉരയ്ക്കുന്ന ചൊറിച്ചിൽ വരുമ്പോൾ അവയുടെ ചെവിത്തടങ്ങൾ ഏതെങ്കിലും മരത്തിലിങ്ങനെ ഉരഫും. അപ്പൊ ചൊറിച്ചിൽ പോകും. ഒരു സുഖമാണ് ആനയ്ക്കത്. വനകുഞ്ചര സംഹൃഷ്ട ഹരിചന്ദനവായുന. അവരവരുടെ ചെന്നി ഉരയ്ക്കുന്നത് ചന്ദന മരത്തിലാണ്. അപ്പൊ ചന്ദനമരം ഒന്ന് ഉരഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഗന്ധം പുറത്തേക്ക് വരും. കാറ്റ് ഈ മണം ആ പ്രദേശത്തൊക്കെ ഓർമ്മിക്കും. അതുകൊണ്ട് ഹരിചന്ദനവായു ആ പ്രദേശത്തൊക്കെ സഞ്ചരിക്കുന്നു. അതിപുണ്യജന സ്ത്രീണാം. യക്ഷസ്ത്രീകളുടെ പുണ്യജനങ്ങൾ നേരത്തെ പറഞ്ഞു, യക്ഷസ്ത്രീകൾ. അവരുടെ മുഹു ഉന്മഥയന്മന. അവരുടെ മനസ്സിനെ ഉന്മഥനം ചെയ്തുകൊണ്ട് മുഹുഹു വീണ്ടും വീണ്ടും. മുഹുഹു ഉന്മഥയൻ മന. വീണ്ടും വീണ്ടും മനസ്സിനെ ഉന്മഥനം ചെയ്തുകൊണ്ട്. അപ്പം കാട്ടാനകൾ ചൊറിച്ചു തീർക്കാൻ വേണ്ടി തങ്ങളുടെ ഈ ചെന്നി അല്ലെങ്കിൽ തങ്ങളുടെ ചെവിയുടെ സ്ഥലം ചന്ദനമരത്തിൽ വിരയ്ക്കുമ്പോൾ അതിൻ്റെ കാറ്റുകൊണ്ട് നല്ല മനോഹരമായ മണമുള്ള യക്ഷസ്ത്രീകളുടെ മനസ്സിനെ മഥിക്കുന്ന ആ മണം അവിടെയൊക്കെ വ്യാപരിച്ചിരുന്നു. വനകുഞ്ചര സംഹൃഷ്ട ഹരിചന്ദനവായുന അതിപുണ്യജന സ്ത്രീണാം മുഹുരുന്മഥയന്മന. വനകുഞ്ചര സംഹൃഷ്ട ഹരിചന്ദനവായുന അതിപുണ്യജന സ്ത്രീണാം മുഹുരുന്മഥയന്മന. വൈദൂര്യകൃതസോപാന വാപ്യ ഉത്പലമാലിനീഹി. വൈദൂര്യകൃതസോപാനാഹ വാപ്യ. വാപികൾ കുളങ്ങൾ. വാപീ വാപ്യവും വാപ്യ കുളങ്ങൾ. ഉത്പലമാലിനീഹി താമരക്കൂട്ടങ്ങളുള്ളതാണ്. ഉത്പലം മാലിന്യ കൂട്ടം. ഉത്പലമാലിനീഹി വാപ്യ. താമരകൾ കൂട്ടം കൂട്ടമായി വിടർന്നു നിൽക്കുന്ന ആ കുളത്തിലെ വൈഡൂര്യകൃത സോപാന. കൽപ്പടവുകളുണ്ട്. സോപാനം അതായത് വൈഡൂര്യ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. കാരണം അവിടുത്തെ ഒരു ഭാഗം രത്നം കൊണ്ട് നിറഞ്ഞതാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, അത് ചെത്തി മിനുക്കി സ്റ്റെപ്പാക്കി ഇട്ടാൽ മാത്രം മതി. അതുകൊണ്ടാണ് വൈഡൂര്യ കൃത സോപാന. വൈഡൂര്യം കൊണ്ട് ചെയ്യപ്പെട്ട സോപാനം ഉള്ള കൽപ്പടവുകളുള്ള വാപികൾ താമരപ്പൂക്കളുടെ സുഗന്ധം പൂക്കൾ കൊണ്ട് നിറഞ്ഞതാണ്. പ്രാപ്താഹ കിം പുരുഷേ ദൃഷ്ടുവാത ആരാധത് ശ്രുവനം. അങ്ങനെയുള്ള ആ കുളങ്ങളെ അവർ പ്രാപ്താഹ പ്രാപിച്ചിട്ട് കിംപുരുഷൈ കിംപുരുഷന്മാരാൽ പ്രാപിച്ചിട്ട് ദൃഷ്ടുവാതേ ഇവർ അത് കണ്ടിട്ട് ആരാധ അടുക്കൽ ചെന്നിട്ട് വടം ദർശിച്ചു. ഒരു വടവൃക്ഷത്തെ കണ്ടു. വടം എന്ന് വെച്ചാൽ ആൽമരം. ദദിശുഹു കണ്ടു. അപ്പം വൈഡൂര്യം കൊണ്ട് കൽപ്പടവ് കെട്ടിയ താമരകൾ കൂട്ടക്കൂട്ടമായി വിടർന്നു നിൽക്കുന്ന വാപികൾ കിംപുരുഷന്മാരാൽ പ്രാപിക്കുന്നത് കണ്ടിട്ട് അവരെ
ഒരു ആൽമരത്തെ കണ്ടു. വൈഡൂര്യകൃതസോപാനാവാപ്യ ഉത്പലമാലിനീ പ്രാപ്താക്യം പുരുഷേ ദൃഷ്ട്വാത ആരാധൃഷുവടം. രക്തഖണ്ഡഖഗാനീകം അനീക സ്വരമണ്ഡിത ഷഡ്പദം. കളഹംസകുലപ്രേഷ്ഠം ഖരദണ്ഡജലാശയം വനകുഞ്ചര സംഹൃഷ്ട ഹരിചന്ദനവായുന അധിപുണ്യജനസ്ത്രീണാം മനഃ മുഹുഃ ഉന്മഥേൻ. വൈദൂര്യകൃതസോപാന ഉത്പലമാലിനീഃ പാപ്യ കിം പുരുഷൈഃ പ്രാപ്താഃ ദൃഷ്ട്വാ തേ ആരാധ വടം ദദൃശുഃ. രക്തകണ്ഠകാനീകസ്വരമണ്ഡിതഷഡ്പദം കളഹംസകുലപ്രേഷ്ഠം ഖരദണ്ഡജലാശയം വനകുഞ്ചര സംഹൃഷ്ട ഹരിചന്ദനവായുന അധിപുണ്യജനസ്ത്രീണാം മുഹുരുന്മഥയന്മനാം. വൈഡൂര്യകൃതസോപാനാവാപ്യ ഉത്പലമാലിനീ പ്രാപ്താ കിം പുരുഷേ ദൃഷ്ട്വാത ആരാധൃഷുർവടം. രക്തകണ്ഠകാനീകസ്വരമണ്ഡിതഷഡ്പദം കളഹംസകുലപ്രേഷ്ഠം ഖരദണ്ഡജലാശയം വനകുഞ്ചര സംഹൃഷ്ട ഹരിചന്ദനവായുന അധിപുണ്യജനസ്ത്രീണാം മുഹുരുന്മഥയന്മനാം. വൈഡൂര്യകൃതസോപാനാവാപ്യ ഉത്പലമാലിനീ പ്രാപ്താ കിം പുരുഷേ ദൃഷ്ട്വാത ആരാധൃഷുർവടം. യോജനശതോത്സേധ പാദോന വിടപായതാം പര്യകൃതാചലച്ഛായോ നിർണീഡതാപവർജിതാം. ആ ആലിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. യോജനശത ഉത്സേധ, 100 യോജന ഉയരമുള്ളതാണ്. ഉത്സേധം ഉയരം. യോജന ശത ഉത്സേധ 100 യോജന ഉയരമുള്ളതും പാദോന വിടപായത, അതിൽ പാദം എന്ന് വെച്ചാൽ കാൽഭാഗം, ഊനം കുറഞ്ഞത്, അതിൻ്റെ കാൽഭാഗം എന്ന് വെച്ചാൽ 25 യോജന കുറവുള്ള പാദ ഊന വിടപായത. വിടപം ശാഖകളോട് കൂടിയത്. വിടപായത കൊമ്പുകളോട് കൂടിച്ചേർന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ 100 യോജന ഉയരമുണ്ട് ഈ ആൽമരത്തിന്. പക്ഷേ 25 യോജന മാത്രമുള്ള കൊമ്പുകൾ ധാരാളം പടർന്ന് പടർന്ന് പന്തിരിച്ച് നിറഞ്ഞു നിൽക്കുകയാണ് ഈ ആൽമരത്തിൽ. യോജന ശതോത്സേധ പാദോന വിടപായത, പാദ ഊന വിടപായത. പര്യകൃതാചലച്ഛായോ, ചുറ്റും അചലമായ നിശ്ചലമായ നിഴലോടുകൂടിയതാണ്. പര്യകൃത ചുറ്റും ചെയ്യപ്പെട്ട, അചലമായ നിശ്ചലമായ ഛായ, നിശ്ചലമായ നിഴലുകളോട് കൂടിയത്. നിർനീഡ പക്ഷിക്കൂടുകളൊന്നുമില്ല, നീടങ്ങളില്ല. താപവർജിത ചൂടില്ലാത്തതാണ്, ചൂടിന്റെ ബാധ ഏൽക്കാത്തതാണ് ഈ ആൽമരം. ഇങ്ങനെ ആൽമരത്തിന്റെ ഒരു സവിശേഷതയാണ് നമ്മളിന്ന് വർണ്ണിച്ച് കേൾപ്പിച്ചത്. ഇത് പരമശിവന്റെ കൈലാസത്തിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ആൽമരത്തെ കുറിച്ച് പറയുമ്പോൾ പരബ്രഹ്മസ്വരൂപനായ പരമശിവന്റെ ഒരു ആസ്ഥാനത്തെ കുറിച്ച് പറയാൻ പോകുന്ന ഈ വൃക്ഷം വാസ്തവത്തിൽ ഒരു ബ്രഹ്മസ്വരൂപത്തെ കാണിക്കലാണ്. കാരണം ഈ വൃക്ഷം ബ്രഹ്മം പോലെ നിശ്ചലമാണ് ഈ വൃക്ഷമെന്ന് കാണിച്ചത്. അതുകൊണ്ടാണ് അവിടെ പര്യകൃത അചലച്ഛായോ എന്ന് പറഞ്ഞത്. നിശ്ചലമാണ്, ബ്രഹ്മം നിശ്ചലമാണ്.
അതുപോലെ സൂര്യന്റെ ഗതി അനുസരിച്ച് സാധാരണ വൃക്ഷങ്ങൾക്ക് അതിന്റെ നിഴലുകൾക്ക് ചലനം ഉണ്ടാകും. ഇതതില്ല. കാറ്റ് വീശിയാൽ പോലും നിഴലുകൾക്ക് ചലനം ഉണ്ടാവില്ല. ഒരേ വിധത്തിലാണ്. അതുകൊണ്ട് അത് ബ്രഹ്മത്തെ കാണിക്കുകയാണ്. ബ്രഹ്മം അങ്ങനെയാണ്. അതിന് ഇളക്കമില്ല, കൂടസ്ഥമാണ്, ഉറച്ചിരിക്കുകയാണ്, ഗതിഭേദങ്ങളില്ല, അനക്കമില്ല, ചലനമില്ല. അങ്ങനെയുള്ള ഒരു ബ്രഹ്മം പോലെയാണ് ഈ ആൽമരം എന്ന് അതിന്റെ പ്രതീകമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ അകത്ത് പക്ഷിക്കൂടുകളൊന്നുമില്ല. ഇതിനകത്ത് ആവാസസ്ഥാനങ്ങൾ ബ്രഹ്മത്തിലുമില്ല. ഇനി ആധ്യാത്മികതകളായ 3 തരത്തിലുള്ള ദുഃഖമില്ല എന്ന് കാണിക്കാനാണ് താപവർജിതം. താപങ്ങൾ 3 തരത്തിലുള്ള ദുഃഖങ്ങളാണ്. ത്രിവിധ താപങ്ങൾ. അത് 3 ഇല്ലാത്തലമാണ് ഈ ആൽ എന്ന പരബ്രഹ്മസ്വരൂപമായ പരമേശ്വര സാന്നിധ്യമുള്ള വൃക്ഷം എന്ന് കാണിച്ചിട്ടാണ് നമ്മളെ അകത്തോട്ട് കൊണ്ടുപോവുക. അഫയോജനശതോത്ഫേദ പാദോന വിടപായതാം പര്യകൃതാചലച്ഛായോ നിർണീടസ്ഥാപവർജിതാം ഫഹാം യോജനശതോത്ഫേദഃ പാദോന വിടപായതഃ പര്യകൃതാചലച്ഛായഃ നിർണീടഃ താപവർജിതഃ. ഫയോജനശതോത്ഫേദ പാദോന വിടപായതാം പര്യകൃതാചലച്ഛായോ നിർണീടസ്ഥാപവർജിതാം പയോജനശതോത്ഫേദാം പാദോന വിടപായതാം പര്യകൃതാചലച്ഛായോ നിർണീടസ്ഥാപവർജിതാം. തസ്മിൻ മഹായോഗമയേ മുമുക്ഷുശരണേ പുരാദദശു ശിവമാഫീനം ത്യക്താമർഷമിവാന്തകം. തസ്മിൻ അതിൽ അവിടെ ആ വടവൃക്ഷത്തിന്റെ ചുവട്ടിലായിട്ട് മഹായോഗമയേ മഹത്തായ യോഗത്തിൽ നിറഞ്ഞിരിക്കുന്നവൻ, യോഗമയനായി മുമുക്ഷുശരണേ പുരാഹ മുമുക്ഷുക്കൾക്ക് ആശ്രയമായിരിക്കുന്നതാണ് ഇവിടം. മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്നാൽ മതി. അത് പുരാഹ ദദിശു ദേവന്മാർ കണ്ടു. ശിവം ആഫീനം ഇരിക്കുന്ന ശിവനെ. ഏതുപോലെ രക്ത അമർഷമിവ അന്തകം, അമർഷത്തെ ഉപേക്ഷിച്ച കാലനെ പോലെ. ദേഷ്യവും കോപവും താപവും അമർഷവും ഒന്നും ഇല്ലാത്ത ഒരു കാലൻ എത്ര ശാന്തസ്വരൂപനായിരിക്കും. അതുപോലെ കാലിനെ പോലെ ഇവർ കണ്ടു. മഹാകാലനാണ് പരമശിവൻ. പക്ഷെ ഇവിടെ ശാന്തസ്വരൂപനാണ്. അമർഷത്തെയൊക്കെ ഉപേക്ഷിച്ചു. ശിവനോടോ സതിയോടോ ഒക്കെയുള്ള അമർഷങ്ങൾ ഇതൊന്നും ഇല്ല. ഇതൊക്കെ ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ആ മഹായോഗമയമായ വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന മുമുക്ഷുക്കൾക്ക് ആശ്രയമായിരിക്കുന്ന പരമശിവനെ ദേവന്മാർ കണ്ടു. ഏതുപോലെ അമർഷമില്ലാത്ത അന്തകനെ പോലെ, ശാന്തസ്വഭാവിയായ കാലനെ പോലെ. സതീദേവിയുടെ വിയോഗം കൊണ്ട് വാസ്തവത്തിൽ ദുഃഖമുണ്ടാവാം. അതിന് കാരണമായ ദക്ഷനിൽ കോപം ഉണ്ടാകാം, അമർഷം ഉണ്ടാകാം. ഇതൊന്നും പരമേശ്വരനില്ല. ഈശ്വരനായതുകൊണ്ട് തനിക്ക് പ്രിയപ്പെട്ടവരെന്നോ അപ്രിയപ്പെട്ടവരെന്നോ ഒന്നുമില്ല. കോപതാപാദികളൊന്നും തനിക്കില്ല. ഉള്ളതുപോലെ ചിലപ്പോൾ തോന്നിക്കുന്നത് ലോകത്തിൽ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അധർമ്മത്തെ സംഹരിക്കാനും വേണ്ടിയാണ്. അന്തകഫാദേശം തന്നെ അതിക്രമിക്കാൻ ആർക്കും പറ്റില്ല എന്ന് കാണിക്കാനാണ്. ഇങ്ങനെയുള്ളതാണ് ഈ ആൽമരം. അതിൻ്റെ ചുവട്ടിലാണ് വിഷ്ണു അല്ല മഹാദേവൻ ഇരിക്കുന്നത്. ഈ ആൽമരം ബ്രഹ്മസ്വരൂപം തന്നെയാണ് എന്ന് വർണ്ണിച്ചതാണ്. തസ്മിൻ മഹായോഗമയേ മുമുക്ഷുശരണേ പുരാഹം ദദിഷു ശിവമാഫീനം ത്യക്താമർഷമിവന്തകം. മഹായോഗമയേ മുമുക്ഷുശരണേ തസ്മിൻ ആഫീനം ശിവം ത്യക്താമർഷം
അന്തകം ഇവ പുരാഹ ദദിഷു തസ്മിൻ മഹായോഗമയേ മുമുക്ഷുചരണേ പുരാ ദദിഷു ശിവമാഫീനം രക്താമർഷമിവാന്തകം തസ്മിൻ മഹായോഗമയേ മുമുക്ഷുശരണേ പുരാ ദദിഷു ശിവമാഫീനം രക്താമർഷമിവാന്തകം ഫനന്ദനാദ്യർമഹാഭിദ്ധേർശാന്തേ സംശാന്തവിഗ്രഹം ഉപാസ്യമാനം സഖ്യാച ഭർത്ര ഗുഹ്യകരക്ഷസം. ഇനി ആ കണ്ട പരമശിവന്റെ സ്വരൂപത്തെ എന്ന് പറയുകയാണ്. ഫനന്ദൻ മുതലായവരാൽ ഫനന്ദനാദ്യീഹി ഫനകാദികളിലെ ഒരാളുടെ പേരാണ്. അതുകൊണ്ട് ഫനന്ദനാദി എന്ന് വെച്ചാൽ അതിനകത്ത് ഫനകാദികളാൽ മഹാസിദ്ധേഹി മഹാസിദ്ധന്മാരാൽ ശാന്തേഹി സംശ്രാന്ത വിഗ്രഹം അവരൊക്കെ ആശ്രയിക്കുന്ന വിഗ്രഹമാണ്. അവരെപ്പോഴും ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വരൂപമാണ്, വിഗ്രഹമാണ് ശാന്തസ്വരൂപത്തോടു കൂടിയ പരമേശ്വരൻ. അതിനെയല്ലേ ഉപാസിക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ഘോരരൂപിയാണ്, സംഹാരരുദ്രനാണെന്നൊക്കെ മാത്രമേ നമുക്കറിയൂ പരമശിവനെ കുറിച്ച്. അതുമാത്രമല്ല ശാന്തസ്വരൂപനാണ് ഭഗവാൻ എന്ന്. പനന്ദനാദ്യേർ മഹാഭിദ്ധേ ശാന്തേ ശാന്തവിഗ്രഹം ഉപാസ്യമാനം സഖ്യാച ഭർത്താഗുഹ്യകരക്ഷസ. ഉപാസ്യമാനം ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ആരാൽ? സഖാവായ ഭർത്താഗുഹ്യകരക്ഷസ, ഗുഹ്യകന്മാരുടെയും രക്ഷസുകളുടെയും ഭർത്താവ്, ഭരിക്കുന്നവൻ, രാജാവ്, തന്റെ സഖിയുമായ കുബേരനെ അപ്പൊ ഈ കുബേരൻ സമീപത്ത് സേവിച്ചു നിൽക്കുന്നതാണ് പരമശിവന്റെ സ്വരൂപം. ഒന്നാണ് ഈ പരമശിവൻ വാസ്തവത്തിൽ മഹാസിദ്ധനാണ്, ശാന്തനാണ്, സംശാന്ത വിഗ്രഹനാണ്. ഇങ്ങനെ അത്യന്ത ശാന്തമാണ് ശിവന്റെ സ്വരൂപം. അതുകൊണ്ടാണ് ഫനന്ദൻ മുതലായ പാർഷദന്മാരെ ഗുഹ്യകന്മാരുടെയും രക്ഷസുകളുടെയും ഒക്കെ ഭർത്താവും തൻ്റെ സഖാവുമായ കുബേരന് സമീപത്ത് സേവിച്ചു നിൽക്കുന്നുണ്ട് എന്നർത്ഥം. ഫനന്ദനാദ്യർ മഹാസിദ്ധേർ ശാന്തേ സംശാന്ത വിഗ്രഹം ഉപാസ്യമാനം സഖ്യാച ഭർത്താഗുഹ്യകരക്ഷസാം. ശാന്തൈഹി മഹാസിദ്ധൈഹി ഫനന്ദനാദ്യൈഹി സഖ്യാ ഗുഹ്യകരക്ഷസാം ഭർത്താച ഉപാസ്യമാനം സംശാന്തവിഗ്രഹം. ഫനന്ദനാദ്യർ മഹാസിദ്ധേ ശാന്തേ സംശാന്തവിഗ്രഹം ഉപാസ്യമാനം സഖ്യാച ഭർത്താഗുഹ്യകരക്ഷസാം. ഫനന്ദനാദ്യർ മഹാസിദ്ധേ ശാന്തേ സംശാന്തവിഗ്രഹം ഉപാസ്യമാനം സഖ്യാച ഭർത്താഗുഹ്യകരക്ഷസാം. വിദ്യാതപോ യോഗപഥമാസ്ഥിതം തദധീശ്വരം ചരന്ത വിശ്വസുഹൃതം വാത്സല്യലോകമംഗളം. വിദ്യാ തപസ് യോഗപഥമാസ്ഥിതം. ഈ യോഗമാർഗത്തെ അനുഷ്ഠിക്കുന്നവരാണ് പരമശിവൻ. പരമശിവൻ കൈലാസത്തിൽ എപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം. വിഷ്ണു പാൽക്കടൽ ഉറങ്ങുന്നു എന്നുമാണ്. ഇവിടെ വിദ്യാ തപോ യോഗപഥം ആസ്ഥിതം തദധീശ്വരം. വിദ്യ ആത്മവിദ്യ, തപസ് യോഗം യോഗപഥം മാർഗം, ഇവയെ ആസ്ഥിതം അനുഷ്ഠിക്കുന്ന പരമശിവൻ വിദ്യാ തപോ യോഗപഥത്തെ ആശ്രയിച്ചവനാണ്, ഇരിക്കുന്നവനാണ്. തദധീശ്വരം, അതിൻ്റെയൊക്കെ അധീശ്വരൻ.
ചരന്തം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വസുഹൃതം, വിശ്വത്തിന്റെ സുഹൃത്തായ വാത്സല്യാത് ലോകമംഗളം, വാത്സല്യം കൊണ്ട് ലോകത്തിന് മംഗളത്തെ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നവനും ഈ ലോകത്തിന്റെ സുഹൃത്തും അവർക്ക് വേണ്ട ഹിതം ചിന്തിക്കുന്നവനും ഈ വിശ്വത്തിന്റെ അധീശ്വരനും വിദ്യ, തപോ, യോഗപഥം ഇവയെ അനുഷ്ഠിക്കുന്നവനുമാണ് ഈ പരമശിവൻ എന്നുള്ളത് കൊണ്ട് പരമശിവന്റെ യോഗചര്യ വ്രതങ്ങൾ ഒന്ന് എടുത്തു കാണിച്ചാണ്. വിദ്യാ തപോ യോഗപഥമാസ്ഥിതം തദധീശ്വരം ചരന്തം വിശ്വസുഹൃതം വാത്സല്യലോകമംഗളം. വാത്സല്യാത് ലോകമംഗളം ചരന്തം വിശ്വസുഹൃതം തദധീശ്വരം വിദ്യാ തപോ യോഗപഥം ആസ്ഥിതം. അങ്ങനെ ഇരിക്കുന്ന പരമശിവനെ കണ്ടു. ദദിശുഹു. ഇനി എല്ലാ ആശ്രവത്തോടും അന്വയിക്കാം. വിദ്യാ തപോ യോഗപഥമാസ്ഥിതം തദധീശ്വരം ചരന്തം വിശ്വസുഹൃതം വാത്സല്യ ലോകമംഗളം. വാത്സല്യാത് ലോകമംഗളം ചരന്തം വിശ്വസുഹൃതം തദധീശ്വരം വിദ്യാ തപോ യോഗപഥം ആസ്ഥിതം. വിദ്യാ തപോ യോഗപഥമാസ്ഥിതം തദധീശ്വരം ചരന്തം വിശ്വസുഹൃതം വാത്സല്യ ലോകമംഗളം. വിദ്യാ തപോ യോഗപഥമാസ്ഥിതം തദധീശ്വരം ചരന്തം വിശ്വസുഹൃതം വാത്സല്യ ലോകമംഗളം. ലിംഗം ജതാപസാഭീഷ്ടം ഭസ്മദണ്ഡജലാജിനം അംഗീന സന്ധ്യഭ്രജ ചന്ദ്രലേഖം ച വിഭ്രതം. ലിംഗം ച അടയാളത്തെയും, താപസ അഭീഷ്ടം താപസന്മാർക്ക് അഭീഷ്ടമായ അടയാളത്തെയും. ഇതൊക്കെയാണ് ഭസ്മ, ദണ്ഡ, ജഡ, അചിനം. ഭസ്മം ധരിക്കുക, ദണ്ഡ് കയ്യിൽ തിരിക്കുക, ജഡ പിരിക്കുക, തോലെടുക്കുക. ഇത് മൂന്നുമാണ് താപസ ലക്ഷണം. ഭസ്മ, ദണ്ഡ, ജഡ, അജിനം. ഈ 4 അടയാളത്തോട് കൂടിയ തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ് ഇത് 4. ലിംഗഞ്ച താപസാഭീഷ്ടം ഭസ്മദണ്ഡ ജഡാജിനം അംഗേന സന്ധ്യാഭ്രരുച. ശരീരം കൊണ്ട് സന്ധ്യാമേഘത്തിന്റെ ശോഭയുള്ളവനും ചന്ദ്രലേഖം ച ബിഭ്രതി, ചന്ദ്രക്കര ധരിച്ചിരിക്കുന്നവനുമായ ആ പരമശിവനെ അവർ കണ്ടു. ലിംഗം ജതാപസാഭീഷ്ടം ഭസ്മദണ്ഡജടാജിനം അംഗേന സന്ധ്യഭ്രരുച ചന്ദ്രലേഖം ച ബിഭ്രതം. സന്ധ്യഭ്രരുച അംഗേന താപസാഭീഷ്ടം ഭസ്മദണ്ഡജടാജിനം ലിംഗം ചന്ദ്രലേഖം ബിഭ്രതം. ലിംഗം ജതാപസാഭീഷ്ടം ഭസ്മദണ്ഡജടാജിനം അംഗേന സന്ധ്യഭ്രരുച ചന്ദ്രലേഖം ച വിഭ്രതം. ലിംഗം ജതാപസാഭീഷ്ടം ഭസ്മദണ്ഡജടാജിനം അംഗേന സന്ധ്യഭ്രരുച ചന്ദ്രലേഖം ച വിഭ്രതം. ഉപവിഷ്ടം ദർഭമയ്യാം ബൃഹ്യാം ബ്രഹ്മസനാതനം നാരദായ പ്രോവാചന്തം പൃച്ഛതേ ശൃണ്വതം സ്വതം. ഉപവിഷ്ടം ഇരിക്കുക. എവിടെ? ദർഭമയ്യാം ബൃഹ്യ. ദർഭമയമായ ബൃഹി എന്ന് വെച്ചാൽ ഇരിപ്പിടം. ചെറിയ മെത്ത കൊണ്ട് ഉണ്ടാക്കുന്ന ഇരിപ്പിടത്തിന്റെ പേരാണ്. അത് ദർഭ കൊണ്ടുണ്ടാക്കുമ്പോൾ അതിനെ കശിപു എന്നൊരു പേര് പറയും. അതിലാണ് ദേവന്മാരെയും പിതൃക്കളെയൊക്കെ ആവാഹിച്ചിരുന്നത്. ഈ കശിപു എന്ന് ബർഫിയിലാണ്. അത് ദർഭകൾ ഉണ്ടാക്കിയത് കൊണ്ട്. ഇവിടെ പരമശിവൻ ഇരിക്കുന്നത് ദർഭകൾ ഉണ്ടാക്കിയ ഒരു ബർഫിയിലാണ്. എന്നിട്ടോ ബ്രഹ്മസനാതനം, സനാതനമായ വേദം ബ്രഹ്മത്തെക്കുറിച്ച് നാരദായ പ്രബോചന്തം, നാരദനോട് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നവനായ
പൃച്ഛതേ ശൃണ്വതാം സതാം. ചോദിക്കുന്ന സത്തുക്കൾക്ക് കേട്ടിരിക്കാൻ പാകത്തിന്, ചോദ്യം ചെയ്യുന്നവർക്ക് കേട്ടിരിക്കാൻ പാകത്തിന് നാരദനോട് ഉപദേശിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവനായ പരമശിവനെ ദേവന്മാർ കണ്ടു. ഉപവിഷ്ടം ദർഭമയ്യാം ബൃഹ്യം ബ്രഹ്മഫനാതനം നാരദായ പ്രോവാചം തം പൃച്ഛതേ ശൃണ്വതാം സതാം. ദർഭമയ്യം ബൃഹ്യാം ഉപവിഷ്ടം സദാം ശൃണ്വതാം പൃച്ഛതേ നാരദായ സനാതനം ബ്രഹ്മ പ്രോവാചന്തം ദദശുഹു. അങ്ങനെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരമശിവനെ കാണും. ഉപവിഷ്ടം ദർഭമയ്യം ബൃഹ്യം ബ്രഹ്മഫനാതനം നാരദായ പ്രവചന്തം പൃച്ഛതേ ശൃണ്വതാം സദാം. ഉപവിഷ്ടം ദർഭമയ്യം ബൃഹ്യം ബ്രഹ്മഫനാതനം നാരദായ പ്രോവാചന്തം പൃച്ഛതേ ശൃണ്വതാം സതാം. കൃത്വോരൗ ദക്ഷിണേ ഭവ്യം പാദപത്മം ജാനുനി ബാഹുപ്രകോഷ്ഠേ അക്ഷമാലാം ആഫീനം തർക്കമുദ്രയാം. ഇനി പരമശിവന്റെ ഇരിപ്പിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. കൃത്വ ചെയ്തിട്ട്, ഉരൗ കൃത്വ ഉരൗ ഊരൗ കൃത്വോരൗ. ഊരൗ ഊരുക്കൾ രണ്ടും, തുടകൾ രണ്ടും. ദക്ഷിണേ ഭവ്യം പാദപത്മം ച ജാനുനി. ഭവ്യം പാദപത്മം താമര പോലെ ഇരിക്കുന്ന ഇടത്തെ കാല്. ജാനുനീച്ച മുട്ടിലും. ബാഹും കയ്യ്. പ്രകോഷ്ഠേ പ്രകോഷ്ഠം പിടിക്കുന്ന മണിബന്ധം എന്ന സ്ഥലം, അല്ല റിസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. പ്രകോഷ്ഠേ അക്ഷമാലാം ജപമാലയും ധരിച്ചുകൊണ്ട് തർക്കമുദ്രയോടുകൂടി ആഫീനം ഇരിക്കുന്ന പരമശിവനെ കണ്ടു. കൃത്വോരൗ ദക്ഷിണേ ഭവ്യം പാദപത്മം ച ജാനുനി ബാഹും പ്രകോഷ്ഠേ ക്ഷമാലാം ആഫീനം തർക്കമുദ്രയാം. ഇതാണ് പരമശിവന്റെ വലത്തെ തുടയിൽ ഇടത്തെ പാദവും ഇടത്തെ കാലിന്റെ മുട്ടിന്മേൽ ഇടത് കൈയിനെയും വെച്ചുകൊണ്ടുള്ള ഇരിപ്പ്. വലത്ത് കാലിന്റെ ഉപ്പുറ്റികൾ വലത്ത് കൈയിന്റെ ഈ മണിബന്ധത്തിന് ജപമാല ചുറ്റിക്കൊണ്ട് വലത്ത് കൈയിന്റെ പെരുവിരൽ ചൂണ്ടാനുവിരലോട് ചേർത്ത് പിടിച്ചതിന്റെ പേരാണ് തർക്കമുദ്ര. വലത്ത് കൈയിലെ ചൂണ്ടാനുവിരലും പെരുവിരലും കൂടി, തള്ളവിരലും കൂടി ഒന്നിച്ച് കൂട്ടിപ്പിടിച്ചിരിക്കുന്ന മുദ്രയുടെ പേരാണ് തർക്കമുദ്ര എന്ന്. പിന്നെ ഒരു കാലിനെ മറ്റേ കാലിന്റെ തുടയിൽ വയ്ക്കുക, എന്നിട്ട് കയ്യ് ആ കാലിന്റെ മുട്ടിൽ വയ്ക്കുക. ഇങ്ങനെയുള്ള ഇരിപ്പിന്റെ പേര് വീരാസനം എന്ന് യോഗശാസ്ത്രങ്ങൾ പറയും. അങ്ങനെയുള്ള വീരാസനത്തിലാണ് പരമശിവൻ ഇരുന്നത്. അവിടെ തർക്കമുദ്ര കാണിച്ചുകൊണ്ട് തർജനി അങ്കുഷ്ടയോരഗ്രേ മിഥ സംയോജ്യ ചാങ്കുലി പ്രഭാര്യബന്ധനം പ്രാഹു തർക്കമുദ്രേതി മാന്ത്രികാഹ. തർക്കമുദ്രയെക്കുറിച്ച് ലക്ഷണമൊക്കെ പറയാറുണ്ട്. എന്തായാലും പരമശിവനെ കാണുന്നത് ഒരു കാലിന്റെ മറ്റേ കാലിന്റെ തുടയിൽ വയ്ക്കുക, കയ്യ് ആ കാലിന്റെ മുട്ടിൽ വെക്കുക. ഇങ്ങനെയുള്ള വീരാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇടത്തെ കാലിനെ വലത്തെ തുടയിൽ എന്ന പോലെ വലത്തെ കാലിനെ ഇടത്തെ തുടയിലും വെച്ചിട്ട് ഇരിക്കുന്ന വീരാസനത്തിൽ ഇരുന്നു കൊണ്ട് തർക്കമുദ്ര കാണിച്ചുകൊണ്ടിരിക്കുന്ന പരമശിവനെയാണ് ഇവർ കണ്ടത്. കൃത്തോരൗ ദക്ഷിണേ ഭവ്യം പാദപത്മം ച ജാനുനി
ബാഹും പ്രകോഷ്ഠയക്ഷമാലാം ആഫീനം തർക്കമുദ്രയാം. ദക്ഷിണേ ഊരൗ ഭവ്യം പാദപത്മം ജാനുനി ബാഹും പ്രകോഷ്ഠേ അക്ഷമാലാം തർക്കമുദ്രയ ആഫീനം ത്രയംബകം ദദർശ. കൃത്തോരൗ ദക്ഷിണേ ഭവ്യം പാദപത്മം ച ജാനുനി ബാഹും പ്രകോഷ്ഠയക്ഷമാലാം ആഫീനം തർക്കമുദ്രയാം. കൃത്തോരൗ ദക്ഷിണേ ഭവ്യം പാദപത്മം ച ജാനുനി ബാഹും പ്രകോഷ്ഠയക്ഷമാലാം ആഫീനം തർക്കമുദ്രയാം. തീർന്നില്ല. പരമശിവന്റെ സ്വരൂപത്തെ 2 ശ്ലോകത്തിൽ കൊണ്ട് തീർത്തിട്ട് അനന്തര കഥയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ സമയമായത് നമുക്കിവിടെ ഉപസംഹരിക്കാം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഉപസംഹരിച്ചതിന് ശേഷം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.